ഹെയർ ഫോൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ മനസ്സിൽ വരുന്നതാണ് റോസ്മേരി ഓയിൽ. അതെങ്ങനെ സയന്റിഫിക്കലി വർക്ക് ചെയ്യുന്നതും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞത്. ആദ്യമേ തന്നെ റോസ്മേരി ഓയിൽ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തലയോട്ടിയിലേക്കുള്ള രക്തക്കുഴൽ വികസിക്കുകയും അതുവഴി ഹെയർ ഫോളിലേക്കുള്ള ന്യൂട്രിയൻ സപ്ലൈ കൂട്ടി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്, റോസ്മേരി ഓയിലുള്ള കാർണോസിക് ആസിഡും റോസ്മാനിക് ആസിഡും ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഹെയർ ഫോളിക്കൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്, ഇതേ റോസ്മാനിക് ആസിഡും അർസോളിക് ആസിഡും ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിലവർക്ക് റോസ്മേരി ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. രണ്ടാമത്, നാച്ചുറൽ പ്രോഡക്ട്സ് ഏത് തന്നെ ആയാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. റോസ്മേരി ഓയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ റോസ്മേരി ഓയിലും കോക്കനട്ട് ഓയിലും ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുക. അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. 5 മിനിറ്റ്സ് നല്ലോണം മസാജ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മൈൽഡ് ഷാമ്പു വെച്ച് വാഷ് ചെയ്യുക. ഇത് ആഴ്ചയിൽ 2-3 തവണ മാത്രം ഉപയോഗിക്കുക. ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആദ്യമേ അലർജിക് റിയാക്ഷൻ ഉള്ളവർ ഒരു കാരണം വെച്ചാൽ ഉപയോഗിക്കരുത്. രണ്ടാമത്, ഡാൻഡ്രഫ് ഉള്ളവർ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്തിട്ട് മാത്രം റോസ്മേരി ഓയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡാൻഡ്രഫ് വേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം മനസ്സിൽ വെക്കുക, നാച്ചുറൽ പ്രോഡക്ട്സ് ഒരു കാരണം വെച്ചാലും മരുന്നുകൾക്ക് പകരക്കാരനാകത്തില്ല. സോ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ആൻഡ് കീപ് യുവർ സ്കിൻ ഹാപ്പി ആൻഡ് ഹെൽത്തി.